ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ സന്യാസിയോടക്കടുത്ത് തെക്കേ കുരിശുമലയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ സണ്ണി ജോസഫ് മരങ്ങാട്ടിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറ പഞ്ചായത്തിലെ സന്യാസിയോടയിലെ തെക്കേ കുരിശുമല എന്ന പ്രദേശത്തെ ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ശ്രീ സണ്ണി ജോസഫ് മരങ്ങാട്ടിൽ. അദ്ദേഹം 32 വർഷമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടൻ ഇവിടെ എന്തെല്ലാം കൃഷികളാണ് ചെയ്യുന്നത്? ഞാൻ കുരുമുളക്, കാപ്പി, ഏലമാണ്. ഇപ്പം കുരുമുളകിന് കേടും കാര്യങ്ങളും എല്ലാം സംഭവിച്ചതിന്റെ പേരിൽ ഏലത്തിലേക്ക് മാറിയതാണ്. എത്ര വർഷമായി ഇവിടെ വന്ന് കൃഷികൾ തുടങ്ങിയിട്ട്? 32 വർഷമായി അല്ലേ? 33 വർഷം. എവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്? കട്ടപ്പനയിൽ നിന്ന്. കട്ടപ്പനയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് അന്ന് ഇവിടെ വരുമ്പോഴേ ഇവിടെ പ്രധാനമായിട്ടുള്ള കൃഷികൾ എന്തൊക്കെയായിരുന്നു? അന്ന് കുരുമുളക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ 86 ഒരു വലിയൊരു കൊടുങ്കാട്ട് മഴയെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് പൊടി മുഴുവനും കളഞ്ഞു. അപ്പൊ അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ സമയത്ത് ഏലത്തിന് വിലയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അന്ന് 80 രൂപ 90 രൂപ എങ്ങാണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഏലത്തിന്. എന്നെ സംബന്ധിച്ച് ഏലത്തിന്റെ കൃഷിയെ പറ്റി ഒന്നും അറിയത്തുമില്ലായിരുന്നു. പിന്നെ കുരുമുളക് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ അങ്ങ് മുമ്പോട്ട് പോയി. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കാപ്പി കൃഷി എല്ലാമായിട്ട് നിന്നു. അത് കഴിഞ്ഞാൽ പിന്നെ 93-94 കാലഘട്ടങ്ങളിലാണ് ഏലത്തിലോട്ട് കിടക്കുന്നത്. ഏലത്തിന്റെ കൃഷിയെ പറ്റി പഠിച്ച് വന്ന് ഏലം കയറി കഴിയുമ്പോഴത്തേക്ക് കുരുമുളക് കൃഷി കാപ്പി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടും കുറഞ്ഞു പോയി. അപ്പൊ ഈ ആദ്യം ഇവിടെ വന്ന സമയത്ത് ഈ കുരുമുളക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്ത് മറ്റേ ഇഞ്ചി, കപ്പ അങ്ങനെയുള്ള കൃഷികളൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെയുള്ള കൃഷികളൊന്നും ഇല്ലായിരുന്നു. അത് കപ്പയുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന കൃഷികളെല്ലാം തന്നെ ചെയ്തായിരുന്നു വന്നിട്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൊണ്ട് നാണ്യ വിളകൾ ഒഴികെ ബാക്കി ഒരു സാധനം നടാൻ പറ്റിയാത്ത സാഹചര്യമായിപ്പോയി. ഇപ്പോൾ എനിക്കൊരു 60 മൂട് കപ്പയുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. ആകുമ്പോഴത്തേക്ക് വലിയ ശല്യം ഉണ്ടാക്കിയല്ല. അതൊരു തട്ടായിട്ടാണ് നിൽക്കുന്നത്. താഴെ റോഡ്, ഇടയ്ക്ക് തട്ട്, അതിൻ്റെ മുകളിൽ വീട്. അപ്പം അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് പന്നിയൊന്നും ഇറങ്ങുന്നില്ല. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ള ഏലമാണ് മൊത്തം. എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്? ഇപ്പം 4 ഏക്കറാണ് എനിക്ക് സ്ഥലമുള്ളത്. അതിനകത്ത് 2 പെരയുണ്ട്. ആദ്യത്തെ പഴയ പെരയായിരുന്നു. അപ്പം അതിനകത്ത് നമുക്കൊരു കുടുംബക്കാർ താമസമുണ്ട്. കുടുംബക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറമ്പിൽ പണിയാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ ഒരു 3.5 ഏക്കർ സ്ഥലം, കുളവും ടാങ്കും പടുതാക്കുഴിയുണ്ട്, മഴവെള്ള സംഭരണി ഇതെല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ ഒരു 3.5 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ മുഴുവൻ ഏതിനു വേലാണ് കൃഷി ചെയ്തിട്ടുള്ളത്? ഞെള്ളാനി മാത്രമാണ്? ഞെള്ളാനി തന്നെ. അപ്പോൾ ഈ 4 ഏക്കർ സ്ഥലത്ത് ഈ ഞെള്ളാനി കൃഷി ചെയ്തിട്ട് ഇപ്പം 93-94 മുതൽ കൃഷി തുടങ്ങിയതാണ് അല്ലേ? അതിലിപ്പം ഏറ്റവും മികച്ച രീതിയിൽ ഈ വർഷമാണോ ആദായം കിട്ടുന്നത്? ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ആദായം. വിലയും ആദായം നമുക്ക് പണിയാനായിട്ടുള്ളൊരു മനസ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മുതലാണ്. കഴിഞ്ഞ വർഷം ഒരു പകുതി മുതൽ ആദ്യത്തെ ആദായങ്ങൾ മുഴുവനും കച്ചവടക്കാരായിട്ട് തന്നെ അങ്ങ് കൊണ്ടുപോകരുത്. അത് കഴിഞ്ഞ് ലാസ്റ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതെങ്കിൽ കുറച്ച് നേരം പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. അത് നമുക്ക് കാശിന് അത്യാവശ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് അവിടെ പാകിസ്ഥാനിൻ്റെ ബോംബിടിയിൽ അന്ന് തന്നെ ഞാനത് കൊടുക്കുകയും ചെയ്തത്. അതായത് 3000 രൂപ വില ഉണ്ടായിരുന്ന സമയത്ത് സ്റ്റോറുകാരൻ എൻ്റെ അടുക്ക പറഞ്ഞത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്ക്. അപ്പം അന്നേരം അത്യാവശ്യം ഇല്ലെന്നും പറഞ്ഞിട്ടിരുന്നു. നമുക്ക് അത്യാവശ്യം ബാങ്കിലെ ലോൺ ഒതുക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടിയിട്ട് ഏതായാലും വേണ്ടിയില്ല അവിടെ ബോംബിട്ടു. 1950 രൂപയ്ക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് പോയി. 300 രൂപയ്ക്ക് 400 രൂപയ്ക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ള. അങ്ങനെ 300-400 രൂപയ്ക്ക് വരെ വിറ്റിരുന്ന ഏലം 1900 വിൽക്കാൻ പറ്റി. 950 എനിക്ക് കഴിഞ്ഞ വർഷം വിൽക്കാൻ എടുത്തു. ഈ വർഷം ഇപ്പം ഞാൻ ഓഷന് പതിച്ചു ഈ കഴിഞ്ഞ റോണിൻ്റെ കായ. അപ്പം അത് 2385 രൂപയ്ക്ക് പതിഞ്ഞു. അപ്പം വലിയ കുഴപ്പമില്ലാത്ത ഈ പരുവത്തിലൊക്കെ ആദായവും കിട്ടി. കാലാവസ്ഥ നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏലം കൃഷി കുഴപ്പമില്ല. പിന്നെ കീടനാശിനിയുടേതായിട്ടുള്ള വില വർധനവ്, പിന്നെ രാസവളത്തിന്റെ വില വർധനവ് നമുക്ക് കിട്ടാനായിട്ടുള്ളൊരു ഇപ്പം DAP ഒന്നും കിട്ടാനായിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു
വലിയ പ്രശ്നങ്ങളുണ്ട് കൃഷിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ. തന്നെയല്ലാതെ ഏതൊക്കെ സമയത്താണ് ഈ ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് കൃഷിക്കാർക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് കൃഷി വകുപ്പ് കാര്യമായ രീതിയിൽ ഒന്ന് സഹകരിക്കണം. ഇവിടുത്തെ കൃഷിഭവനുമായിട്ടൊന്നും ബന്ധപ്പെടാറില്ലേ? ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അവർക്കറിയാവുന്ന വിധത്തിൽ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പം അത് കൃത്യമായിട്ടുള്ള അറിയാവുന്ന ആൾക്കാരെയൊക്കെ വെച്ച് ഇടയ്ക്ക് ഓരോ മേഖല തിരിച്ച് ഓരോ സെമിനാറൊക്കെ നടത്തുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം കൃഷിക്കാരല്ലേ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇപ്പം സെമിനാർ വിളിക്കുന്നത് ഇപ്പം ചൊവ്വാഴ്ച സെമിനാർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് ചിലപ്പോൾ അറിയിപ്പ് കിട്ടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ വാർഡ് മെമ്പറായിരിക്കും അറിയിപ്പ് തരുന്നത്, ഇന്ന ദിവസം സെമിനാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അറിയാറില്ല. നമ്മൾ കൃഷിക്കാരായത് കാരണം നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചിലപ്പം അറിയാനുള്ള സാധ്യതകളില്ല. നമ്മളെല്ലാം സാധാരണക്കാരായത് കാരണം കൊണ്ട് നമ്മൾ ഇപ്പോൾ അതിനൊക്കെയുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം അത് നമുക്ക് ചിലപ്പം മെസ്സേജ് ഒന്നും നോക്കാനുള്ള സാഹചര്യങ്ങളൊന്നും വരികയില്ല, നമുക്കറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം ഓരോ മേഖല തിരിച്ച് ഓരോ സെമിനാർ, കൃഷി സംബന്ധമായിട്ടുള്ള സെമിനാറും കാര്യങ്ങളൊക്കെ നടത്തുവാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കും. ഇത് അറിയാവുന്ന ആൾക്കാർ തന്നെ ആയിരിക്കണം ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന കൃഷിക്കാരെ പങ്കെടുപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? കട്ടപ്പനയായിരുന്നു. കട്ടപ്പന വെള്ളാങ്കുടി. ഏത് ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 10ാം ക്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് മുതൽ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്? കൃഷി ആണ് കൂടുതലും. സ്വന്തം വീടായ വെള്ളാങ്കുടിയിലൊക്കെ എന്തായിരുന്നു കൃഷി? അവിടെ റബ്ബർ, കുരുമുളക്, ഏലമൊന്നും ഇല്ലായിരുന്നു. ഏലത്തിന്റെ കൃഷിയൊന്നും നമുക്ക് അന്നൊന്നും അറിയത്തില്ലായിരുന്നു. കട്ടപ്പന ആണല്ലോ. അപ്പം അതിനെപ്പറ്റി അന്നത്തെ കാലത്ത് ഏലത്തെ പറ്റി അതൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ഇപ്പം ഞെള്ളാനിയാണ് മൊത്തം കൃഷി ചെയ്തിരിക്കുന്നത്. ഈ ഞെള്ളാനി ഏലം കൃഷി ചെയ്യുമ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ നല്ല രീതിയിൽ മണ്ണിന് ഇളക്കം കൊടുക്കുന്ന പരുവത്തിൽ കുഴികൾ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ JCB കിളച്ചു കഴിഞ്ഞാലും ആ മണ്ണെടുക്കുന്ന കിളയ്ക്കുന്ന മണ്ണ് മേളിൽ തന്നെ, കരിമണ്ണ് മേളിൽ തന്നെ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുക. ഈ ചെമ്മണ്ണ് മേളിൽ വന്നു കഴിഞ്ഞാൽ ചെടിക്ക് വളർച്ച കുറയും. എനിക്ക് അനുഭവമുള്ളതാണ്. 2016 ഉണക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ എൻ്റെ ചെടി മുഴുവൻ ഉണങ്ങിപ്പോയതാണ്. 18 ചെടി മൊത്തം പോയി കഴിഞ്ഞാൽ ഞാൻ JCB കൊണ്ടുവന്ന് കിളച്ചത്. മൊത്തം റീപ്ലാന്റാ. അത് കഴിഞ്ഞതിന് ശേഷം ആണ് ഇപ്പം ചെടി നിൽക്കുന്നത്. അപ്പം അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ചെടി ആദ്യമേ കയറി വരാനായിട്ടൊക്കെ ഭയങ്കര പാടായിരുന്നു. പിന്നെ എല്ലാം ജൈവവളത്തെ കൂടുതലും ഞാൻ ജൈവവളമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം രാസവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല സ്പ്രേയോ കാര്യങ്ങളൊക്കെ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഈ കിളയ്ക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കിളയ്ക്കുമ്പോഴത്തേക്ക് ഒരു 2 അടി കൂടുതൽ താത്തി കിളയ്ക്കരുത്. അത് മണ്ണിന് ഇളക്കം കൂടുതൽ വന്നു കഴിയുമ്പോഴത്തേക്ക് മണ്ണിനകത്തോട്ട് വെള്ളം കെട്ടി നിന്നേച്ച് അഴുകൽ കാര്യങ്ങൾ അതൊക്കെ എല്ലാം ഉണ്ടാകും. അപ്പം കഴിവതും കിളയ്ക്കുന്ന സമയത്ത് JCB കിളയ്ക്കുമ്പോഴത്തേക്ക് കരിമണ്ണ് മേളിൽ തന്നെ വരാനുള്ള പരുവത്തിന് കിളപ്പിക്കുക. എത്ര അടി അകലത്തിലാണ് ഏലം കൃഷി ചെയ്തിട്ടുള്ളത്? 8 അടി. അകലം കുറച്ച് വെച്ച് കഴിഞ്ഞാലും നമുക്ക് നന്നായിട്ട് ആദായം കിട്ടുന്നുണ്ടല്ലേ? തിങ്ങി നിന്ന് കഴിയുമ്പോഴത്തേക്കൊരു ചിമ്പിന്റെ എണ്ണം കുറയും, അതേ ഉള്ളൂ. ആദായമൊന്നും കുഴപ്പമില്ല. ആദായത്തിൽ വലിയ കാര്യമായിട്ടുള്ള ആവറേജ് നോക്കുമ്പോഴത്തേക്ക് ഒരേ പരുവത്തിൽ തന്നെ ആദായം. ജൈവവളമാണ് ചെയ്യുന്നത് കൂടുതലെന്ന് പറഞ്ഞല്ലോ, അത് എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്? വേപ്പമണ്ണാക്ക, എല്ലുപൊടി, അതുപോലുള്ള ചാണകം. ചാണകമാണോ അതോ ആട്ടിൻ ചാണകമാണോ കൂടുതലും? ആട്ടിൻ ചാണകമാണ് നല്ലതെന്നാണ് ഇപ്പം പറയുന്നത്. എന്നാണെന്ന് കഴിഞ്ഞാൽ മറ്റേ ഇതിനകത്ത് ഈ നിമാവരയുടെ ശല്യം കൂടുതലുണ്ടെന്നാണ് പറയുന്നത് ചാണകത്തിനകത്ത്. അപ്പം എനിക്ക് നേരത്തെ കന്നാലി വളർത്തും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നതാണ്. ഞാൻ ക്ഷീരസംഘത്തിനകത്ത് മെമ്പറുമായിരുന്നു. ഇത് ഒരു തരത്തിൽ നമ്മളെ കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയാലാത്ത സാഹചര്യം ആയിരുന്നു ക്ഷീരമേഖല. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്രായം കൂടി കഴിയുമ്പോഴത്തേക്ക് പിള്ളേരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിദ്യാഭ്യാസം കഴിയുമ്പോഴത്തേക്ക് അതനുസരിച്ച് മാറുമല്ലോ. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് പോയതാണ്. ഇപ്പം അത് കാരണം ചാണകവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. നമ്മൾ വേപ്പമണ്ണാക്ക് അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ്, എല്ലുപൊടി, പിന്നെ സൂഡോമോണസ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ടൈക്കോഡർമ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ച് അത് നമ്മളൊരു 20 ദിവസം വിട്ടാണ് ജൈവവളവും രാസവളവും ഉപയോഗിക്കുന്നത്. ഞാൻ രാസവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും സ്പ്രേയുടെ ആയിട്ടുള്ള വിരോധത്തിലാണ് വരുന്നത്. അപ്പം മണ്ണുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ വരുന്നില്ല, ഇലയായിട്ടാണ് ബന്ധങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ജൈവവളത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് കാണുന്നത്. എനിക്കറിയത്തില്ല, ഔദ്യോഗികമായിട്ട് എനിക്കറിയത്തില്ല. അതൊക്കെ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി വകുപ്പാണല്ലോ. ഈ മരുന്ന് തളിക്കുന്നതൊക്കെ എങ്ങനെയാണ്? എത്ര ദിവസം കൂടുമ്പോഴേ തളിച്ചു കൊടുക്കും? ഞാൻ 1 മാസം കൂടുമ്പോഴത്തേക്ക് ചെയ്യുള്ളൂ. എല്ലാവരും 15 അമ്പക്കം 20 അമ്പക്കം ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ 1 മാസം 30 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ. അതിൻ്റെതായിട്ടുള്ള ഒരു ചൊറിയും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് അത്ര വലിയ കാര്യമുള്ള നഷ്ടമോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ മരുന്ന് കളി അതുപോലെ മറ്റു പണികളൊക്കെ തന്നെയാണോ ചെയ്യുന്നത്? നമുക്ക് ഒരു കുടുംബക്കാരുണ്ട്. അപ്പം ഈ മരുന്നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. എന്നാണെന്ന് കഴിഞ്ഞാൽ ഹിന്ദുക്കാരായത് കാരണം കൊണ്ട് അവർക്ക് ആ പരുവത്തിൽ
എൻ്റെ സംതൃപ്തിക്ക് അനുസരിച്ച് അവരടിച്ചു പോവുകയില്ല. അത് കാരണം കൊണ്ട് മരുന്ന്, വളം, ഈ രണ്ട് സാധനവും ഞാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓസ് വലിക്കാൻ മാത്രം വേറെ ആളെ കൂട്ടും. ഓസ് ഞാൻ ത്രൂ കണക്ഷൻ കൊടുത്തിട്ടേക്കാണ്. അപ്പം വേറെ ആരും അതിൻ്റെ ആവശ്യമില്ല. ഇടയ്ക്ക് ഈ മട്ടടിയുന്ന ഏതായാലും പൊട്ടാഷ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന് ഇളക്കി കൊടുക്കാൻ വേണ്ടി മാത്രം വൈഫ് ഡ്രമ്മിൻ്റെ അടുക്ക് വരും. ഒരു 10-15 മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുത്താൽ മതി. 500 ഡ്രമ്മിനകത്താണ് കൂട്ടുന്നത്. അപ്പോൾ ഈ ത്രൂ ഓസ് ആയത് പറഞ്ഞുകൊണ്ട് ഓസ് വലിക്കാനായിട്ടും വേറെ ആളിൻ്റെ ആവശ്യമില്ല. ആളിൻ്റെ ആവശ്യമില്ല. നമ്മൾ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള പണിക്കാണ് നമ്മൾ പണിയില്ലാത്ത സമയങ്ങളിൽ അയലോകത്തുള്ള ഈ ചുറ്റുവട്ടത്തിലുള്ള സൈഡിലോട്ട് അവരെ പറഞ്ഞു കൊടുക്കും. അവർ തന്നെ പൈസ മേടിക്കുന്നു. നമ്മൾ ഇതിൻ്റെ ഇടകാലക്കാരനെ അല്ല. നമ്മുടെ ഇടയ്ക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നു. അത്രയും കേസുള്ളൂ. ഈ വിളവെടുപ്പ് എങ്ങനെയാണ്? വിളവെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു എസ്റ്റേറ്റ് ഉണ്ട്. അപ്പം അവർക്കൊരു 23 പെണ്ണുങ്ങൾ മാത്രമുണ്ട്. അപ്പം അവർ ഞായറാഴ്ച ഒരു ദിവസമേ ആളിനെ കിട്ടുകയുള്ളൂ. അവർക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലെ എസ്റ്റേറ്റ് പണിയുണ്ടല്ലോ. അപ്പം ആ ഒരു ദിവസം കൊണ്ടും പിന്നെ ഈ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരും എല്ലാം കൂടെ കൂട്ടി പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് തീർക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞതിന് മുമ്പിലത്തെ റൗണ്ട് നമ്മൾ 20 പേരെ വിളിച്ചതാണ്. വന്നതെന്ന് പറഞ്ഞാൽ 50 പേരുണ്ടായിരുന്നു. അവർ 11 മണിയായപ്പോഴത്തേക്ക് കായടപ്പെല്ലാം കഴിഞ്ഞു. അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തു, ബാക്കിയുള്ള സമയങ്ങളിൽ ബാക്കി ഈ ചെടിക്കകത്ത് ചവറും കാര്യങ്ങളെല്ലാം മാറ്റാനുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് അപ്പം തീരുന്നോ അന്നേരം കയറി പോകണം. അവർ 2 മണിയായപ്പോഴത്തേക്ക് കയറി പോവുകയും ചെയ്യും. അപ്പോൾ എത്ര തവണ വിളവെടുക്കാൻ സാധിക്കും ഒരു വർഷം? നമുക്ക് അത് അങ്ങനെ പറയാനൊക്കെയല്ല. നമുക്ക് ഒരു 45 ദിവസം കൂടുമ്പോഴത്തേക്കാണ് അതെടുപ്പ്. അപ്പം കാലാവസ്ഥ അനുകൂലമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 12 മാസവും തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം ഈ വർഷത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്ക് തുടർച്ചയായിട്ട് എടുക്കാവുന്ന പരുവത്തിലാണ്. ഇനിയും മാസങ്ങൾ കിടക്കുവാണ്. അടുത്ത ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് ഇടയ്ക്കൊരു 2 മാസത്തെ ന്യായമായിട്ടാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച വെയിൽ തെളിഞ്ഞാൽ മതി. ഇപ്പം ഈ കയറി വരുന്ന പൂ മുഴുവനും ഉണങ്ങിപ്പോവും. ശരത്തിന്റെ വളർച്ച കുറയും. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, നനച്ചു കൊടുക്കുന്നു. ഓസിന് നനച്ചു കൊടുക്കുക. സ്പ്രിംഗ്ലർ ഒന്നും ഇല്ല, അത് ഇട്ടിട്ടില്ല. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളത്തിന്റെ അളവ് കുറവാണ്. അപ്പൊ അത് കാരണം നമുക്കൊരു പടുതാക്കുഴിയുണ്ട്, പിന്നെ കുളമുണ്ട്, ഒരു മഴവെള്ള സംഭരണിയുണ്ട്, 2 മഴവെള്ള സംഭരണിയുണ്ട്. ഇതിനകത്തൊക്കെ വെള്ളം തീരാതെ കഴിയുന്നിടത്തോളം മാക്സിമം നനച്ചു കൊടുത്തോണ്ടിരിക്കും. എപ്പോഴും നമ്മൾ പടുതാക്കുഴിക്കകത്ത് വെള്ളം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പം കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ കണക്കിന് വെള്ളം ഒത്തിരി അങ്ങ് കുറഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്ക് വെള്ളമില്ലാതെ കിടന്ന അത്ര ഭാഗം ദ്രവിച്ചു പോയി. അപ്പൊ അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ വർഷം പടുത്ത മാറ്റിയിട്ട് നിറച്ച് നിർത്തിക്കുക. ഇപ്പൊ എന്തായാലും ഈ വർഷം ഏലത്തിന് ഒരു ഇത്രയും വില നിൽക്കുന്നതുകൊണ്ട് കർഷകർക്ക് പൊതുവെ ഒരു ഉണർവുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പണിയാനൊരു ഉത്സാഹമുണ്ട്. അല്ല ഈ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ പരുവത്തില് 800-900 ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ പണിയിപ്പിക്കാനായിട്ട് ആയി. ഇപ്പൊ 550 രൂപ പെണ്ണുങ്ങൾക്ക് കായെടുപ്പിന് മാത്രം. അവർ 8 മണിയാകുമ്പോഴത്തേക്ക് വരുന്നു, 3 മണിയാകുമ്പോഴത്തേക്ക് കയറി പോകുന്നു. ഹിന്ദിക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതൊക്കെ തന്നെ വരുമോ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഒരാളെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 14-15 കിലോയിൽ കൂടുതൽ ഒരാൾ കായ എടുക്കുകയില്ല. അങ്ങനെയൊക്കെയുള്ള അത് സാധിക്കുള്ളൂ. അവരെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന അവരെടുക്കുന്നുണ്ട്. അവർ മനഃപൂർവ്വമായിട്ട് കുഴപ്പമൊന്നുമല്ല. അപ്പം എടുത്തുവന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഈ പണിക്കൂലിയും മരുന്നിന്റെ വിലയും വളത്തിന്റെ വിലയും എല്ലാം കൂടെ നമ്മുടെ കഷ്ടപ്പാടും എല്ലാം കൂടി നോക്കി കഴിയുമ്പോഴത്തേക്ക് എന്നാലും നമുക്കൊരു ശകലം മിച്ചം വരുത്താൻ സാധിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുഴപ്പമില്ല. ഇതിൽ കൂടുതൽ താഴോട്ട് പോകാമായിരുന്നു. ഒരു 100 രൂപയൊക്കെ താഴോട്ട് വന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുമല്ലോ. അതിൽ കൂടുതലൊക്കെ നമുക്ക് കൃത്യമായിട്ട് രാസവളവും മരുന്നും കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടാനുള്ളൊരു സബ്സിഡി കാര്യങ്ങളൊക്കെ കൂടി സർക്കാർ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലതാണ് കൃഷിക്കാർക്ക്. ഈ കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത് ഏലത്തിനിടയ്ക്കുള്ള മരത്തെ കൂടെയാണ്. അത് ഏതിനമാണ് കൃഷി ചെയ്തിട്ടുള്ളത്? പിന്നെ നീലവണ്ടിയുണ്ട്, കരിമണ്ടയുണ്ട്, പിന്നെ പന്നൂറും ഊന്നുണ്ട്, പിന്നെ കുമ്പക്കാടൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു എല്ലാം ഉണ്ട്. കുരുമുളക് കൃഷിയും നല്ല വിളവ് കിട്ടുന്നുണ്ടോ? അത് ഞങ്ങളുടെ ഈ മേഖലയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും മഞ്ഞ് നിൽക്കുന്ന ഒരു മേഖലയാണ്. അപ്പം അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഈ നേരത്തെ ഒരു മെയ് മാസം കൂട്ടി പുതുമഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ കൊടി തെളുത്ത് തിരി വീഴും. അപ്പം ആ വർഷം കുഴപ്പമില്ല. താമസിച്ച ജൂൺ മാസം കൂട്ടിയാണ് മഴ പെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ വർഷം നോക്കണ്ട. പണിക്കൂലി പോലും കിട്ടിയല്ല. ആ പരുവത്തിലാണ്. ഇപ്പം ഈ വർഷം വലിയ കുഴപ്പമൊന്നും പറയാനായിട്ടില്ല. എന്നാൽ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരുന്ന ആദ്യം മുതൽ കുടി തെളുക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. ഈ കാപ്പി കൃഷി ചെയ്തിരിക്കുന്ന കാപ്പി അത് ഏലത്തിന്റെ ഇടവഴിയായിരുന്നു. ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാം തന്നെ കൊത്തിപ്പറിച്ച് കളഞ്ഞു. ഇപ്പൊ ഏലവും കാപ്പിയും കൂടെ കൂടി പൊരുത്തപ്പെട്ടു പോവുകയില്ല. എന്നാലും പൊതുവെ സന്തോഷകരമായിട്ട് പോകുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട്? കുടുംബം, 2 ആൺമക്കള്, പിന്നെ മൂത്ത മകന്റെ കൊച്ച്
സന്തോഷകരമായിട്ട് പോകുന്നു അല്ലേ? എന്തായാലും ഒത്തിരി സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, പാമ്പാടുംപാറ പഞ്ചായത്തിലെ സന്യാസിയോടൊക്കെ അടുത്ത തെക്കേ കുരിശുമലയിലെ കർഷകനായ സണ്ണി ജോസഫ് മരങ്ങാട്ടിലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ സന്യാസിയോടക്കടുത്ത് തെക്കേ കുരിശുമലയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ സണ്ണി ജോസഫ് മരങ്ങാട്ടിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. കിസാൻ വാണി സമാപിക്കുന്നു.